നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി നാം ഒന്നിക്കണമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആചരിച്ചു. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. AIYF കൈപ്പമംഗലം മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി നാം ഒന്നിക്കണമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ അനീതികൾക്കെതിരായ പോരാട്ടത്തിന് ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിതെന്ന് യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. തെക്കിങ്കാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ളവ കോട്ടകെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ സ്വാതന്ത്ര്യദിനം സമൂഹത്തിൽ വിപത്തായി പടർന്നു പന്തലിച്ച ലഹരിമരുന്ന് വ്യാപനത്തിന് എതിരായ പോരാട്ടങ്ങൾക്കുള്ള തുടക്കമാവട്ടെ എന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ MLA രാജൻ ജെ പല്ലൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തൃശൂർ റേഞ്ച് DIG ടി നാരായണൻ, ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ, ADMM സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി എന്നിവർ സംബന്ധിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, SPC, NCC ഉൾപ്പെടെ 24 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. വിയൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KM മഹേഷ് കുമാർ പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ MP വിനയചന്ദ്രനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ സായുധസേന പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച സ്ഥാപനങ്ങൾക്കുള്ള റോളിംഗ് ട്രോഫി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും 24 കേരള ബറ്റാലിയൻ NCC തൃശൂരിനും മന്ത്രി സമ്മാനിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആചരിച്ചു. ക്ഷേത്രം തൃക്കോൾ ശാന്തി രതീഷ് സ്വാമിയും ഉപദേവ ശാന്തിക്കാരും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പടിഞ്ഞാറ ഗോപുരത്തിൽ നിന്ന് ക്ഷേത്രത്തിനകത്ത് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി MN രാമൻ നമ്പൂതിരി പ്രത്യേക പൂജകൾ നടത്തി. ആദ്യ കതിർ ദേവസ്വം മാനേജർ KV വിനീതയ്ക്ക് നൽകി. ചടങ്ങിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, ഭണ്ഡാര സ്പെഷ്യൽ ഓഫീസർ KK കല, ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ M അനിൽകുമാർ, ദേവസ്വം മാനേജർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ, ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. കാർഷിക സമൃദ്ധിക്കും നാടിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെയാണ് ചടങ്ങുകൾ നടന്നത്. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി സുകേശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ് മാരാത്ത്, സെക്രട്ടറി മഹേഷ് തൊട്ടിപ്പുള്ളി, സ്മിത് പാറായി, ശാലിഷ് കോമാത്ത്, വിപിൻ കരാന്ത്രത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനെ കുറിച്ച് തയ്യാറാക്കിയ വീഡിയോ ആൽബത്തിന്റെ പ്രകാശനവും നടന്നു. എടത്തിരുത്തി ശ്രീ അയ്യപ്പൻ എന്ന ആൽബത്തിന്റെ പ്രകാശനം ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ ഗാനരചയിതാവ് സുജീഷ് വെള്ളാനിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. സുജീഷ് വെള്ളാനി രചിച്ച ശ്യാം ധർമ്മൻ ഈണം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ദുർഗാ വിശ്വനാഥും സന്തോഷ് മാരാത്തും ചേർന്നാണ്. അമൃത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹോളി ഫാമിലി ഓഡിയോ ആൻഡ് വീഡിയോസ് ആണ് ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. ആൽബം ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. 108 ക്ഷേത്രങ്ങളിൽ പരശുരാമ ദീക്ഷിത 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഈ ഒരു പ്രൗഢിയും മറ്റും നമുക്ക് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ള ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി വളരെ ഭംഗിയായി
ഒരു CD രൂപത്തിൽ ആൽബം ചെയ്ത ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. തുടർന്നും ഇത്തരം നല്ല പരിപാടികൾ ഉണ്ടാകട്ടെ. AIYF കയ്പമംഗലം മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. 3 പീടിക ബസ് സ്റ്റാൻഡിൽ നടന്ന മത്സരം KK വത്സരാജ് ML ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. AIYF മണ്ഡലം പ്രസിഡന്റ് KM അനൂപ്, മേഖലാ പ്രസിഡന്റ് CC വിപിൻ, സെക്രട്ടറി ദിവ്യ അനീഷ്, MD സുരേഷ്, റഹീം, മനീഷ് തച്ചേഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഇത്തരത്തിലൊരു വടംവലി മത്സരം കൂടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള AIYF പോലൊരു യുവജന സംഘടനയുടെ പ്രവർത്തനത്തിൽ തീർച്ചയായും മാതൃകാപരമായ ഞാൻ കാണുകയാണ്. ഇവിടെ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഓൾ കേരള വടംവലി മത്സരം സംഘടിപ്പിക്കാൻ ഈ മേഖലാ സമ്മേളനത്തിന്റെ സംഘാടകർ തീരുമാനിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗം PK റാസിഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. യൂണിറ്റ് ട്രഷറർ PV ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് TS മുബാറക്, അബ്ദുൽ കരീം കണ്ണേഴത്ത്, ഫാത്തിമ സന്തോഷ്, KS അവാദ് എന്നിവർ സംസാരിച്ചു. ഈ സ്വാതന്ത്ര്യ ദിനത്തില് ഒരുപാട് വേദനയും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്നും സൂര്യനസ്തമിക്കാത്ത രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും മാറ്റിപ്പായിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്ന നമ്മുടെ പ്രഗത്ഭമതികളായ നേതാക്കളെയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അണികളെയും ഒക്കെ തന്നെ നമുക്കിന്ന് സ്മരിക്കാം. ഇന്ത്യയെ പോലെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഏതാണ്ട് കുറച്ച് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. രാജ്യങ്ങളിൽ പോകുമ്പോഴും വളരെ കർക്കശമായ നിയമങ്ങളാണ് അവിടേക്ക് ഉള്ളത്. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലുനിറയും നടത്തി. രാവിലെ നാളികേരം, കരിമ്പ്, തേൻ, നെയ് തുടങ്ങിയ ദ്രവ്യങ്ങൾ ഹോമിച്ചുകൊണ്ടായിരുന്നു മഹാഗണപതി ഹോമം. തുടർന്ന് രാവിലെ 8 മണിയോടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിച്ച നെൽക്കറ്റകൾ ക്ഷേത്രം തന്ത്രി ചെറുകുന്നത്ത് മന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പ്രദക്ഷിണത്തോടെ വലിയ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. ശേഷം കതിർക്കറ്റകൾ ശുദ്ധി വരുത്തി പൂജിച്ച് ഭഗവാൻ സമർപ്പിച്ചു. പൂജകൾക്ക് ശേഷം കതിർക്കറ്റകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ദേവസ്വം ഓഫീസർ PC വിഷ്ണു, ഉപദേശക സമിതി പ്രസിഡന്റ് വിപിനകുമാർ മാരാത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിൻഷുവർ നഗറിൽ പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. റിട്ടയർഡ് മിലിറ്ററി ഓഫീസർ ജഗജീവൻ ചക്കാമടത്തിൽ പതാക ഉയർത്തി. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K രാമൻ, CDS മെമ്പർ ഗീതാഞ്ജലി തിലകൻ, സത്യഭാമ രാമൻ, രാധ അനന്തൻ, സുലേഖ പോക്കാകിലത്ത് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ആഘോഷത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ ത്രൈൻ ദേശീയ പതാക ഉയർത്തി ആഘോഷ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രതിജ്ഞ പുതുക്കി മധുര വിതരണവും നടത്തി. കോൺഗ്രസ് നേതാക്കളായ VK പ്രദീപ്, MK ചന്ദ്രൻ, MV സജീവ്, EM ബഷീർ, KN വേണുഗോപാൽ, ഹബീബുള്ള PM, വിനയൻ കൂനമ്പാട്ട്, TC ജോസഫ്, പ്രമോദ് കണിമംഗലത്ത്, റഷീദ് ആനി എന്നിവർ പ്രസംഗിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946 04 8988.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745 782120 0487 240 2020. വാർത്താ നേരം തുടരുന്നു. കുടുംബ ബജറ്റ് കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമാണെന്ന് മന്ത്രി OJ ജനീഷ്. കുടുംബ ബജറ്റ് കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമാണെന്നും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിൽ അവർ ഇന്ന് മുൻപന്തിയിലാണെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. കൂഴൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സംഘടിപ്പിച്ച പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പാ വിതരണവും ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ LFC സെന്ററിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഭിക്കുന്ന ഓരോ രൂപയും അളന്നു മുറിച്ച് കൃത്യമായി വിനിയോഗിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകളിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നോക്ക ക്ഷേമ വികസന കോർപ്പറേഷന്റെ വായ്പാ വിതരണം വലിയ ഊർജ്ജമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 24 അയൽക്കൂട്ടങ്ങൾക്കായി 1.64 കോടി രൂപയാണ് വായ്പയായി നൽകിയത്. എരവത്തൂർ SNDP ഹാളിൽ നടന്ന ചടങ്ങിൽ കൂഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K. ദീപക് മുഖ്യാതിഥിയായിരുന്നു. കൂഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം E. കേശവൻകുട്ടി, കൂഴൂർ CDS ചെയർപേഴ്സൺ സ്മിത വിപിൻദാസ്, മെമ്പർ സെക്രട്ടറി PJ ജലീൽ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ വൻ സ്പിരിറ്റ് വേട്ട, 3030 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടി. ഓണത്തിന് ജില്ലയിൽ വിവിധയിടങ്ങളിൽ അമിത ലാഭത്തിന് വിറ്റഴിക്കാൻ മണ്ണുത്തി കാളത്തൊളി ബാറ്ററി വാട്ടർ കച്ചവടത്തിന് വാടകയ്ക്കെടുത്ത വീട് ഗോഡൌണാക്കി 101 കന്നാസുകളിലാക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന 3030 ലിറ്ററോളം സ്പിരിറ്റ് ഗോഡൌണിലെ വാനിന്റെ ഡ്രൈവറെയും പിടികൂടി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജൻ ദേശ്മുഖ് IPSന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സിറ്റി നർക്കോട്ടിക് സെൽ ACP ഷിബു P.യുടെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ B. പിൻ നായരും സംഘവും മണ്ണുത്തി പോലീസ് ഇൻസ്പെക്ടർ ബിജുവും പോലീസ് സംഘവും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കാളത്തോടുള്ള ഗോഡൌണിലേക്ക് സ്പിരിറ്റ് പിക്കപ്പ് വാനിൽ എത്തിച്ചിരുന്ന ഡ്രൈവർ തൃശൂർ അന്തിക്കാട് കുന്നത്തങ്ങാടി ഇല്ലിക്കൽ വീട്ടിൽ അജയ് E. സുരേഷിനെ പിടികൂടിയത്. ഇതിലൂടെ ഓണക്കാലത്ത് ഉണ്ടാകുമായിരുന്ന വൻ വ്യാജമത വിൽപ്പനയാണ് തടയാൻ സാധിച്ചെന്നും കേസിലെ പ്രധാന പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും അവരെ ഉടനെ പിടികൂടുമെന്നും കമ്മീഷണർ അറിയിച്ചു. സെന്റ് ആന്റണീസ് പള്ളി കാത്തോലിക്ക കോൺഗ്രസിന്റെയും പാതുവ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി മിനി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ പ്രശസ്ത ഓർത്തോപീഡിക്സ് ഡോക്ടർമാരായ വിഷ്ണു പവിത്രൻ, അനു കുട്ടൻ S, ENT വിഭാഗം ഡോക്ടർ ഹിമ തോമസ്, ജനറൽ സർജറി ഡോക്ടർ ടോം ജോസ്, ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ ടോണി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇടവക വികാരി റഫറന്റ് ഫാദർ റാഫേൽ മുത്തുപീടിക ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പാതുവ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ മേരി, കൈക്കാരൻ സിജോ, ഭാരവാഹികളായ പോൾ PA, ഡോക്ടർ ജോജി മാളിയേക്കൽ, ജോസഫ് AC, വർഗീസ് KA, ജെസി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ആൾഡ്രിൻ ജോസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ലാലി ജോസ്, ആനി ജോസ് എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങ് ഓഗസ്റ്റ് 16 ഞായറാഴ്ച നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് എടമുട്ടം സെന്ററിൽ നിന്ന് താളമേള വാദ്യങ്ങളോടുകൂടി പൂമൂടലിനുള്ള പൂക്കളുമായി എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടൽ ചടങ്ങ് നടത്തും. അവണങ്ങാട്ടുകളിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ആദ്യ പുഷ്പവട്ടി സമർപ്പണം നിർവഹിക്കും. അമേരിപ്പാടം ശ്രീ ഗുരു നാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിശിഷ്ട അധ്യാകുന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, ക്ഷേത്രം മേൽശാന്തി റജീഷ് മുഖ്യ കാർമ്മികരാകും. ക്ഷേത്രം ജോത്സ്യർ മധു ശക്തിധര പണിക്കർ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. ക്ഷേത്രം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, ക്ഷേത്രം ട്രഷറർ സുമോദ് എരണേഴത്ത്, ജോയിന്റ് സെക്രട്ടറി രഞ്ജൻ എരുമത്തുരുത്തി, പൂമുടൽ കമ്മിറ്റി ചെയർമാൻ സുനിൽ കുമാർ അരയപ്പറമ്പിൽ, കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
അതുപോലെ നമ്മുടെ സാന്നിധ്യം ക്ഷേത്രം ജ്യോതിഷൻ മധുശക്തി നിലപ്പണിക്കൽ തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി തന്ത്രികൾ പിന്നെ ക്ഷേത്രം മേൽശാന്തി ഒക്കെ അങ്ങനെ വലിയൊരു ഇതിലാണ് നമ്മൾ അന്ന് ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയിട്ട് ഇടമുട്ട സെന്ററിൽ നിന്ന് മേളങ്ങളോടുകൂടിയിട്ട് ആനയിച്ച് കൊണ്ടുവന്നിട്ടാണ് തുറക്കാൻ വിളിക്കുന്നത്. ദേശീയപാത പുതുക്കാട് കുറുമാലി പാലത്തിന്റെ കൈവരിയോട് ചേർന്നുള്ള നടപ്പാതയിൽ ഇടിച്ച് ചരക്ക് ലോറി മറിഞ്ഞു. ചാലക്കുടി ഭാഗത്തേക്ക് പോരുന്ന ലോറിയാണ് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിരയാക്കിയതെന്ന് പറയുന്നു. അപകടത്തെ തുടർന്ന് ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എതിർദിശയിലുള്ള പാതയിലൂടെ ഒറ്റവരിയായിട്ടാണ് കടത്തിവിട്ടത്. ചരക്ക് നീക്കം ചെയ്ത ശേഷം ട്രെയിൻ എത്തിച്ചാണ് ലോറി നീക്കിയത്. CC ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ നാടകാചാര്യൻ ഭാർഗവൻ പള്ളിക്കരയെ അനുസ്മരിച്ചു. ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗുരുവായൂർ ACPM സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CC പ്രസിഡന്റ് CC ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ലത്തീഫ് മമ്മിയൂർ, സെക്രട്ടറി ചന്ദ്രൻ ചങ്കത്ത്, വി വിദ്യാധരൻ, AS മനോജ്, ഡേവിഡ് ചങ്കത്ത്, സുന്ദരൻ പേരകം, ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ആര്യമ്പാടം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറയും രാമായണ പാരായണവും നടന്നു. മേൽശാന്തി അനീഷ് കണ്ണൻ, ശങ്കരൻ നമ്പീശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്ര വിദ്യാഭ്യാസ നടപടിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി ശില്പശാല സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിലാണ് ശില്പശാല. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പുഷ്പ ജോൺ, മിനി മോൻസി, നിഷ സെബാസ്റ്റ്യൻ, വി സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം കൃഷി വകുപ്പിന്റെ പരിധിയിൽപ്പെടുന്ന മികച്ച കർഷകർക്കുള്ള അവാർഡ് തുക കൈമാറി. തളിക്കുളം കൃഷി വകുപ്പിന്റെ പരിധിയിൽപ്പെടുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച 10 കർഷകർക്ക് തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE നൽകി വരാറുള്ള അവാർഡ് തുക പ്രസിഡന്റ് EK ബഷീർ കൃഷി ഓഫീസർ TR അഞ്ജനയ്ക്ക് കൈമാറി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നീന സുഭാഷ്, അസോസിയേഷൻ ഭാരവാഹി അഷ്റഫ് ഖാദർ, റിട്ടയർഡ് തളിക്കുളം പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ ധർമ്മൻ മേലെടുത്ത്, സുഭാഷ് ചന്ദ്രൻ വാസൻ, കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പെരിഞ്ഞനം RLV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 24 KB NCC ബാൻഡ് ഗ്രൂപ്പ്. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ പോലീസ്, SPC, NCC എന്നീ വിങ്ങുകളുടെ പരേഡിനെ ആണ് ഈ ബാൻഡ് ഗ്രൂപ്പ് നയിച്ചത്. ശ്രീഭദ്ര സുനിൽ നയിച്ച ബാൻഡ് ഗ്രൂപ്പിൽ 20 പേർ ആണ് പങ്കെടുത്തത്. യുവാവിനെ വീടിനുള്ളിലെ അടുക്കളയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പൈക്കുളം സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ വീട്ടിൽ 41 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി നാം ഒന്നിക്കണമെന്ന് മന്ത്രി OJ ജനീഷ്. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആചരിച്ചു. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. AIYF കൈപ്പമംഗലം മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.